മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ, വേർ ആർ ദ വുമൺ ഇൻ മലയാളം സിനിമ, ഒരു ആർട്ടിക്കിൾ വന്നതാണ്, അതും ഹിന്ദുവില്. മലയാള സിനിമയ്ക്ക് പുറത്തുള്ള ആൾക്കാരും ഈ ആർട്ടിക്കിൾ കാണും. വിജയിച്ച 3 സിനിമകളുടെ പോസ്റ്ററാണ് ആർട്ടിക്കിൾ വെച്ചിരിക്കുന്നത്. അത് കാണുന്ന അവരും ചിന്തിക്കും, എന്ത് പറ്റി മലയാളം സിനിമയ്ക്ക്, എന്തുകൊണ്ട് ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങളില്ല? മലയാള സിനിമയ്ക്ക് സ്ത്രീ കഥാപാത്രങ്ങളെ വേണ്ടാഞ്ഞിട്ടാണോ, അതോ ഇവരങ്ങ് അപ്രത്യക്ഷമായി പോയതാണോ, അതോ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിൾ വേർ ആർ ദ വുമൺ ഇൻ മലയാളം സിനിമ എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ കൂടെ വെച്ചിരിക്കുന്ന 3 സിനിമകളുടെ പോസ്റ്ററാണ്. ഒന്ന് ആവേശം, പിന്നെ മഞ്ഞുമൽ ബോയ്സ്, പിന്നെ വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ 2024 മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ 3 ചിത്രങ്ങൾ മാത്രമല്ല. മലയാളത്തിൽ ഇത്രയും സിനിമകൾ ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്. ഈ വർഷം തുടങ്ങുന്ന തന്നെ ആട്ടം എന്ന് പറയുന്ന മികച്ചൊരു ചിത്രത്തോടു കൂടിയാണ്. സെറിൻ ഷിഹാബ് എന്ന് പറയുന്ന ആക്ട്രസ്, ഫാമിലി മാനിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടി, അവരുടെ മികച്ച ഒരു പ്രകടനമുള്ള, അവർ തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ആട്ടം. ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ചാടി കയറി പ്രതികരിക്കുകയും പക്ഷേ സ്വന്തം കാര്യം വരുന്ന സമയത്ത് ഇതെല്ലാം മറന്ന് വേറെ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആണുങ്ങളുടെ പൊള്ളത്തരത്തെയും ആണുങ്ങളുടെ കപട സദാചാരത്തെയും എല്ലാത്തിനെയും കളിയാക്കുന്ന, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെതിരെ പറയുന്ന ഒരു സിനിമയാണത്. അതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. നല്ലൊരു സ്ത്രീ കഥാപാത്രം അതിലുണ്ട്. ഇപ്പം നിങ്ങൾ പറയും ഇതൊരു ക്രിട്ടിക്കലി അക്ലൈംഡ് സിനിമയാണ്, കൊമേഴ്ഷ്യൽ സിനിമയല്ല. ശരി, നമുക്കിനി ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് നോക്കാം. കഴിഞ്ഞ വർഷം ആദ്യം ഹിറ്റായ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഓസ്ലറാണ്. അതിൽ മമ്മൂട്ടിയുണ്ട്, ജയറാമുണ്ട്. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, ഫ്ലാഷ് ബാക്കിൽ വരുന്നതും ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അനശ്വര രാജനാണ്. സോ ആ സിനിമയിലും പ്രധാനപ്പെട്ട ഒരു റോള് ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ഹിറ്റിലേക്ക് വരാം, പ്രേമലു. പ്രേമലു ഒരു റൊമാൻറ്റിക് കോമഡി ആയിരുന്നു. സ്വാഭാവികമായിട്ടും അതിലൊരു നായികയുണ്ട്, റീനു എന്ന് പറയുന്ന കഥാപാത്രം ത്രൂ ഔട്ട് ഉണ്ട്. നായനേക്കാളും വ്യക്തിത്വമുള്ള സ്മാർട്ടായിട്ടുള്ളൊരു നായികയാണ്. അതിനു പുറമെ നായികയുടെ കൂട്ടുകാരിയായിട്ടുള്ള കാർത്തിക എന്ന് പറയുന്ന കഥാപാത്രം, അതും ത്രൂ ഔട്ടുള്ള റോളാണ്. സോ ഈ വർഷത്തെ വൻ ഹിറ്റായിട്ടുള്ള പ്രേമലു എന്ന് പറയുന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള 2 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ ആ പടത്തിന്റെ പോസ്റ്റർ ഈ ആർട്ടിക്കിളിൽ വെച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ ആർട്ടിക്കിളിൽ പോസ്റ്റർ വെച്ചിട്ടുള്ള സിനിമയിലേക്ക് വരാം. ആദ്യത്തേത് മഞ്ഞുമൽ ബോയ്സ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ഒരു സിനിമയാണ്. കുറച്ച് ആണുങ്ങൾ ടൂർ പോയപ്പോൾ അവിടെ വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ് ആ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ത്രൂ ഔട്ട് ആ സിനിമയിലെ കൂടുതൽ പോർഷനും ആ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ത്രീ കഥാപാത്രത്തിന് സ്കോപ്പില്ല. പക്ഷേ അതിനുശേഷം ആ സിനിമയിലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റോൾ വരുന്നത് തമിഴ്നാട്ടിലെ ഒരു ഡോക്ടറാണ്. അതൊരു ലേഡിയാണ്, അതൊരു സ്ത്രീ കഥാപാത്രമാണ്. ഇനി അതും പോരാതെ ആ സിനിമയിൽ ഏറ്റവും കണ്ണ് നനയിച്ച ഒരു സീൻ എന്ന് പറയുന്നത്, തൻ്റെ മകന് അപകടം പറ്റിയിട്ട് അത് കൂട്ടുകാരെയൊക്കെ ചീത്ത പറയുന്ന ഒരു അമ്മ പിന്നീട് തൻ്റെ മകനെ രക്ഷിച്ചത് ഈ ഒരു കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന് ഇവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. ആ സിനിമ കണ്ട ഒരുപാട് പേരെ കണ്ണ് നനയിച്ച ഒരു സീനാണ്. അത്രയും പ്രധാനപ്പെട്ട ഇമോഷണലായ ആ ഒരു സീനിലുള്ളതും ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ്. ഇനി അടുത്ത പടം നോക്കാം, ആവേശം. ആവേശത്തിൽ ഇങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളൊന്നുമില്ല. പക്ഷേ ആവേശത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ നസ്രിയയാണ്. സോ വേർ ആർ ദ വുമൺ ഇൻ മലയാളം സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണില്ല. അത് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂട്ടത്തിൽ കാണാം. കാരണം മലയാള സിനിമയിലെ വലിയ ഹിറ്റായിട്ടുള്ള പ്രേമലുവിൻ്റെയും അതേപോലെ ആവേശത്തിൻ്റെയും നിർമ്മാതാക്കളിൽ ഒരാൾ നസ്രിയയാണ്. നസ്രിയ മലയാളത്തിലെ ഒരു ഫേമസ് ആക്ട്രസ് ആണ്. പക്ഷേ ഈ സിനിമയിൽ അവർ നിർമ്മാതാവിൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. ഇനി വർഷങ്ങൾക്ക് ശേഷത്തിലും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ നായകന്മാരുടെ അത്രയും പ്രാധാന്യം അവർക്കില്ല. പക്ഷെ അവിടെ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം, പ്രണവിൻ്റെയും ധ്യാനിൻ്റെയും റോളുകൾക്ക് ശേഷവും മലയാളത്തിലെ അത്യാവശ്യം സ്റ്റാർ വാല്യുള്ള ഒരുപാട് നടന്മാർ ആ സിനിമയിലുണ്ട്. അവർക്കും ഈ പറയുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അത്ര തന്നെ പ്രാധാന്യമേ കിട്ടിയിട്ടുള്ളൂ. നിവിൻ പോളിയെ പോലെ ഒരു സ്റ്റാറിന് പോലും അവിടെ കിട്ടിയിരിക്കുന്ന ചെറിയൊരു സ്ക്രീൻ സ്പേസ് ആണ്. പക്ഷെ അവിടെ അയാൾ സ്കോർ ചെയ്തുകൊണ്ട് അയാൾക്ക് കൈയ്യടി കിട്ടി. പക്ഷേ സ്ക്രീൻ സ്പേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിവിനെ പോലൊരു സ്റ്റാറിന് പോലും അവിടെ ചെറിയൊരു സ്ക്രീൻ സ്പേസ് ആണ്. സോ വർഷങ്ങൾക്ക് ശേഷത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത പോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആണുങ്ങൾക്കും വലിയ പ്രാധാന്യമൊന്നും കിട്ടിയിട്ടില്ല. സോ കേരളത്തിന് പുറത്തും കൂടെ പോപ്പുലർ ആയിട്ടുള്ള മലയാള സിനിമകളിൽ നായികയില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രേമലുവിൻ്റെയും കൂടെ പോസ്റ്ററോടെ വെക്കണമായിരുന്നു. അത് അവർ വെച്ചിട്ടില്ല. ഇനി മഞ്ഞുമൽ പോലെ കൂടുതൽ പുരുഷ കഥാപാത്രങ്ങളുള്ള സിനിമ ഇവിടെ ഇറങ്ങുന്ന സ്ഥിതിക്ക് നേരെ തിരിച്ചും പടം വേണം എന്നാണെങ്കിൽ പവി കെയർടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങി. അവിടെ 5 നായികമാരുണ്ട് ആ സിനിമയിൽ. ഇനി സ്ത്രീ പ്രാധാന്യമുള്ള സിനിമ വേണം എന്നാണെങ്കിൽ അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. അതിലെ പ്രധാന കഥാപാത്രം നമ്മുടെ സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള മീനയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സീനിയർ ആക്ട്രസ് അല്ലേ, നമ്മുടെ പുതിയ നടിമാർക്ക് എന്തുകൊണ്ട് ഇവിടെ അവസരമില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന ഗൗരി കൃഷ്ണൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ ഇവിടെ റിലീസായിട്ടുണ്ട്. സോ ഇവിടെ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകളും പുരുഷന്മാരുടെ പ്രാധാന്യമുള്ള സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ വിജയിച്ച സിനിമകളിൽ പ്രധാനപ്പെട്ട കഥാപാത്രം സ്ത്രീകൾ ചെയ്യാത്ത 3 സിനിമയുടെ പോസ്റ്റർ എടുത്തു വെച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിന് ഹെഡ്ലൈൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ആർട്ടിക്കിളിലെ വിഷയം ഇവിടെ ചൂടുപിടിക്കുന്ന സമയത്ത് മറ്റൊരു സിനിമ ഇവിടെ 50 കോടി കളക്ഷൻ എത്തിച്ചു, ഗുരുവായൂർ അമ്പലനടയിൽ. അതിൽ പ്രാധാന്യമുള്ള 2 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതിനു പുറമെ അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ സുപ്രിയ മേനോനാണ്. സോ
സ്ത്രീ കഥാപാത്രങ്ങളും സ്ത്രീ നിർമ്മാതാക്കളും ഒക്കെ ആയിട്ട് മലയാള സിനിമ അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ ഒരു സ്ത്രീ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഫീമെയിൽ ലീഡുള്ള ഒരു സിനിമയ്ക്ക് പറ്റിയ തിരക്കഥ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു സിനിമയാക്കി മാറ്റാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം അറിയുന്നതുകൊണ്ട് പറയാണ്, ഈ ഒരു കാര്യം ആണുങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്ക്. ഇവിടെ ഇഷ്ടം പോലെ സ്ത്രീ നിർമ്മാതാക്കളുണ്ട്, സ്ത്രീ സംവിധായകരുണ്ട്, അഭിനേത്രികളുണ്ട്. സോ ഇവർക്കൊക്കെ കൂടെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ഇവിടെ ചെയ്യാം. അതിനു പുറമെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ത്രീ സംവിധായകന്മാർക്കായിട്ട് ഫണ്ടിങ്ങും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ സിനിമകൾ ചെയ്യാൻ സ്ത്രീകൾക്ക് അവസരമുണ്ട്, അതിനു പറ്റിയ ടാലൻ്റുള്ള ആൾക്കാരുണ്ട്. സോ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ അവർ തന്നെ ചെയ്ത് പുറത്തിറക്കട്ടെ. അങ്ങനെയുള്ള സിനിമകളും ഇവിടെ വിജയിക്കുന്നുണ്ട്. ഇനി ഈ ആർട്ടിക്കിൾ എഴുതിയ ആളോടൊരു കാര്യം, നിങ്ങൾ നോക്കിയ സ്ഥലത്ത് സ്ത്രീകളില്ല എന്ന് കരുതി മലയാള സിനിമയിൽ സ്ത്രീകളില്ല എന്നൊന്നും പറഞ്ഞു വയ്ക്കരുത്. സ്ത്രീകളുള്ള സ്ഥലത്തേക്കും കൂടെ നോക്കുക, എന്നിട്ട് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുക. ഈ വിഷയത്തിൽ നിങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.